പുതിയ കാലത്ത് ഏകദേശം ആളുകൾ ടോയ്ലറ്റ്സിൽ മൊബൈൽ കൊണ്ടുപോകുന്നവരാണ്. നിങ്ങളെ പറ്റി എന്താ അഭിപ്രായം? കൊണ്ടുപോകാറുണ്ടോ? ബട്ട് ടോയ്ലറ്റ്സ് ആർ സ്റ്റുപ്പിഡ് പ്ലേസ് വെർ എക്സലന്റ് തോട്ട്സ് ആർ കമ്മിങ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റ്സിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര മൈൻഡ്ഫുൾനെസ് ആയിരിക്കും. ഒരുപാട് ആശയങ്ങൾ വരും. ഇന്ന് ലോകത്ത് കാണുന്ന ഒരുപാട് ആശയങ്ങളുടെ പിന്നിൽ ടോയ്ലറ്റ്സിന് വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. സോ നമ്മളിപ്പോൾ അത് മാറ്റി. പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് 75% ആളുകളും ടോയ്ലറ്റ്സിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ്. 80% ആളുകൾക്ക് ടോയ്ലറ്റ് ടെക്സ്റ്റിംഗ് പ്രോബ്ലം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അഡിക്ഷൻ കൂടാനത് കാരണമാകുന്നുണ്ട്. ഞാൻ പറയുകയാണ്, ഈവൻ ആക്സിഡന്റ് കൂടാൻ പോലും ടോയ്ലറ്റ്സിലെ മൊബൈലിന് കാരണമാകും. അതെങ്ങനെയാണെന്ന് പറയാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മൾ നോർമലി മോർണിംഗിലാണ് ടോയ്ലറ്റ്സിലൊക്കെ പോകാം. അപ്പോൾ നമ്മളുടെ ടോയ്ലറ്റ്സിൻ്റെ ആവറേജ് യൂസേജ് ടൈം വർദ്ധിക്കും. നമ്മൾ ബോധേഡാവില്ല. അത് കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് അറിയാം, അന്ന് സമയം വൈകിയല്ലോ, ഓഫീസിലെത്താണ് സമയം വൈകി. നമ്മൾ ഓവർ സ്പീഡിൽ പോകും. അവിടെ ആക്സിഡന്റിനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ഒരുപാട് നമുക്കറിയാം, ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബാക്ടീരിയകൾ, ഒരുപാട് രോഗാണുക്കളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ സമയം കൂടി കഴിഞ്ഞാൽ ഇതിനും കാരണമാകും, രോഗം വരാനും കാരണമാകും. മൊബൈൽ ഫോണിൽ ഒരുപാട് രോഗാണുക്കളുണ്ടെന്നോ കൈയൊക്കെ കഴുകി ഫ്രഷായി വൃത്തിയായിട്ട് പോകും. പക്ഷെ മൊബൈൽ ഫോൺ ആരും കഴുകും? ആരും കഴിയും. ഐഫോൺ ആണെങ്കിൽ നമുക്ക് കഴുകാൻ നിൽക്കില്ലല്ലോ. അപ്പോൾ അവിടെ രോഗാണുക്കൾ ഉണ്ടാകും. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ. മാത്രമല്ല, നിങ്ങളുടെ തലയിലൊക്കെ ഒരുപാട് മനോഹരമായ ആശയങ്ങൾ ഉദിക്കേണ്ട സ്ഥലമാണത്. അവിടെ നമ്മൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ആശയങ്ങൾ കൂടി ഇല്ലാതെയാകും. സോ ഇനി അത് വേണോ എന്ന് ആലോചിച്ച്